വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കൂട്ടുകാരോടൊപ്പം കാറിലേക്ക് വിവാഹവേദിയിലേക്ക് പോകുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. കൂട്ടുകാരൊക്കെ പറഞ്ഞു ചിരിക്കുകയാണ്. അളിയ, യോഗമെന്ന് പറയുന്നത് ഇതാണ്. അളിയന്റെ ഉള്ളംകാലിൽ വരച്ചത് എന്റെ തലയിൽ വരച്ചാൽ മതിയായിരുന്നോ? ഞാനും അതാണ് വിചാരിക്കുന്നത്. ഇവനെ പോലൊരു തല്ലിപ്പുള്ളിക്ക് ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമെങ്കിൽ നമുക്ക് നോക്കാം അളിയാന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കൂട്ടുകാരൊക്കെ. വീട്ടിലൊരെണ്ണം ഇരിപ്പുണ്ട്. പുറത്തുള്ള പെൺപിള്ളേരെയൊക്കെ കണ്ടിട്ട് അവിടെ ചെന്ന് അതിനെ കാണുമ്പോഴാണ് അതിനെടുത്ത് കിണറ്റിലിടാനായി എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ് വണ്ടി ഓടിക്കുന്ന കൂട്ടുകാരൻ. അതാടാ പറയുന്നത്, യോഗം വേണമെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ വീണ്ടും അവര് പറയുകയാണ്, എന്നാലും ഇതൊരു വല്ലാത്തൊരു യോഗമായി പോയി. ശാരദാമ്മയുടെ മക്കള് ഏതാ കൊള്ളാത്തത്? 1 2 3 എന്ന് പറഞ്ഞ് ഓരോന്നിങ്ങനെ നിരന്നങ്ങ് നിൽക്കുവല്ലേ. അവരുടെയൊക്കെ നോട്ടത്തിനും ചിരിക്കും വേണ്ടി കൊതിക്കുന്നവരാണ് നാട്ടിലെയൊക്കെ ആൺപിള്ളേര്. ഇനി ആ വഴി നോക്കണ്ടല്ലോ. ഇവൻ ആ കുടുംബത്തിലേക്ക് കയറി പറ്റിയാൽ കഴിഞ്ഞ് 3ന്റെയും വഴി പിന്നെ തീർന്നത് തന്നെ. ഇതൊക്കെ കേട്ട് ചിരിച്ച് സന്തോഷിച്ച് ബാലചന്ദ്രൻ പറയുകയാണ്, വരട്ടെ കാര്യങ്ങള്. അവരെ എല്ലാത്തിനെയും വെച്ച് എനിക്ക് ചില പ്ലാനൊക്കെ ഉണ്ടടാ. കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് അതൊക്കെ ഒന്ന് ശരിയാക്കാൻ. നേരം ബാലചന്ദ്രന്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, അല്ലളിയ, ശാരികയുടെയും ആ കോളേജ് ലെക്ചറുടെയും കല്യാണം അവര് ഉറപ്പിച്ചു വച്ചിരിക്കുകയല്ലേ? അതുടനെ തന്നെ കാണുമോ? എവിടെന്ന്? ഞാൻ അവിടെ കയറി പറ്റിയാൽ പിന്നെ ആദ്യം കുളമാക്കാൻ പോകുന്നത് ആ ബന്ധമല്ലേ എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. അടിച്ച് അവനെ ഞാൻ അതിന്റെ അകത്ത് കേട്ടില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ കൂട്ടുകാരൻ പറയുകയാണ്, ഹാവൂ, സമാധാനമായി. നമ്മുടെ നാട്ടിലെ കൊള്ളാവുന്ന പെൺപിള്ളേരെയൊന്നും അങ്ങനെ അന്യനാട്ടിൽ നിന്ന് ഒരുത്തനും അടിച്ചുകൊണ്ട് പോകണ്ട. വീണ്ടും അവര് ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, അല്ല, ഞാൻ ആലോചിക്കുന്നതേ, ഇവൻ ഇങ്ങനെ കെട്ടിപ്പോയാൽ ഇവന്റെ ആ ലിൻഡയൊക്കെ എന്ത് ചെയ്യുമെന്നാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, ലിൻഡയും സൂസിയും ബബിതയും ഒക്കെ അവിടെ തന്നെ കാണുമളിയാ. ഈ പുതുമോടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ശാലിനിയും അവളുമാരെ പോലെ തന്നെ എനിക്ക് ചവറ് തന്നെയാണ്. അതൊക്കെ പറഞ്ഞ് അവർ ചിരിച്ചുല്ലസിച്ച് മുന്നോട്ട് പോവുകയാണ്. അന്നേരം വിഷ്ണുവിന്റെ ജീപ്പ് എതിരെ വരുന്നു. കാറിന് വട്ടം പിടിച്ച് പെട്ടെന്ന് ജീപ്പ് നിർത്തുമ്പോൾ സഡൻ ബ്രേക്ക് ഇടുകയാണ് കൂട്ടുകാരൻ. ജീപ്പിൽ നിന്നും ആദ്യം പുറത്തേക്ക് ദാസനും പിന്നെ കമലനും ഇറങ്ങുകയാണ്. മുന്നിലേക്ക് വന്ന ശേഷം ദാസൻ കമലിനോട് പറയുകയാണ്, കുറെ നാളുകൾക്ക് ശേഷമുള്ള നിന്റെ റീഎൻട്രി അല്ലേ, അങ്ങ് പൊളിച്ചേക്കണം. പിന്നെ അല്ലാതെ വിഷ്ണു ആശാന്റെ കാര്യത്തിന് കുറവ് വരുത്തുമോ ഞാൻ എന്ന് ചോദിക്കുകയാണ് കമലൻ. അന്നേരം വണ്ടി ഓടിച്ചിരുന്ന ആള് ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, ഇതുവരെ ആരാണ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അന്നേരം മറ്റേ കൂട്ടുകാരൻ പറയുകയാണ്, നിനക്ക് മനസ്സിലായില്ലേ ഇവന്മാരെ? ഇത് സത്യഭാമയുടെ ഗുണ്ടാപ്പടയാണ്. ദാസനും കമലനും. അന്നേരം അവർ ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, ഇത് പണിയാകുമോ? ബാലചന്ദ്രൻ പറയുകയാണ്, എന്തിന് പണിയാകാൻ? ഇത് വെറും ഇവന്മാരുടെ വിരട്ടല്ലേ. നിങ്ങൾ എന്റെ ഇടവും വലവും ഉണ്ടായാൽ മാത്രം മതി. ഇവന്മാരുടെ കഴപ്പ് ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് തീർത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് 3 പേരും കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്താടാ നിങ്ങൾക്ക് വേണ്ടതെന്ന് ബാലചന്ദ്രന്റെ കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ കമലൻ പറയുകയാണ്, ആ ബാലചന്ദ്രനെ അവനെ ഇങ്ങ് തന്നേക്ക്. എന്നിട്ട് നിങ്ങൾ വിട്ടോന്ന് പറയുമ്പോൾ അവര് പറയുകയാണ്, ഞങ്ങൾ രണ്ടാരുടെയും ശവത്തെ ചവിട്ടിയേ നിങ്ങൾക്കൊക്കെ ബാലചന്ദ്രനെ കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ഇതൊക്കെ കേട്ട് ചിരിച്ച് ദാസൻ പറയുകയാണ്, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നിന്നെയൊക്കെ ശവമാക്കാൻ വേണ്ടി ഒരാരാച്ചാരെ ഞങ്ങൾ പള്ളിൽ മുക്കിൽ നിന്നും ഇറക്കിയിട്ടുണ്ട്. വിളിക്കാൻ ഞങ്ങള് എന്ന് പറഞ്ഞിട്ട് 2 പേരും ജീപ്പിലേക്ക് നോക്കി, ജെസിം ബ്രോ, അപ്പോൾ ഞങ്ങൾക്ക് തുടങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് ഒരേ സ്വരത്തിൽ. അന്നേരം കയ്യിൽ ഹോക്കി സ്റ്റിക്കുമായി ജെസിം ജീപ്പിൽ നിന്നും മുന്നോട്ടിറങ്ങി വരികയാണ്. ജെസിമിനെ കണ്ടൊന്ന് പേടിക്കുകയാണ് ബാലചന്ദ്രനും കൂട്ടുകാരും. ആരെടാ ഇതെന്ന് പേടിച്ച് ബാലചന്ദ്രൻ കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ പറയുകയാണ്, എടാ ബാലചന്ദ്ര, ഞാൻ നോക്കിയിട്ട് നീ ഇത് ഒറ്റയ്ക്ക് ഡീല് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നേരെ മറ്റേ കൂട്ടുകാരൻ പറയുകയാണ്, അതെ, അത് തന്നെയാണ് എന്റെ അഭിപ്രായം. എനിക്കാണെങ്കിലേ പോയിട്ട് വേറെ തിരക്കുണ്ടായിരുന്നു. ബാലചന്ദ്ര, ഞങ്ങൾ വണ്ടി കൊണ്ടുപോവാണേ എന്നും പറഞ്ഞ് 2 പേരും പേടിച്ച് പെട്ടെന്ന് കാറിലേക്ക് കയറി വണ്ടിയുമായി സ്ഥലം വിടുകയാണ്. ജസീമും ദാസനും കമലനുമൊക്കെ മുന്നോട്ട് വരുന്നത് കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ചുറ്റുമൊക്കെ നോക്കി പേടിച്ചങ്ങനെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ. മുന്നോട്ട് വന്ന ജസീം പറയുകയാണ്, അപ്പോൾ ഇനി ഇടപാട് നമ്മൾ തമ്മിലാണ്. എന്നെ ഒന്നും ചെയ്യരുത് എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ബാലചന്ദ്രനെ അടിക്കുകയാണ് ജസീൻ. ഇത് ആ പെണ്ണിനെ കല്യാണം ആലോചിച്ചതിന് എന്നും പറഞ്ഞ് ബാലചന്ദ്രനെ അടിക്കുകയാണ് ജസീൻ. അടുത്തത് ഈ കല്യാണ ചെക്കന്റെ വേഷം കെട്ടി നീ ഇറങ്ങിയതിന്. അടികൊണ്ട് ഓടുകയാണ് ബാലചന്ദ്രൻ. പിറകെ ദാസനും കമലനും ജസീനുമൊക്കെ നിക്കടാന്നും പറഞ്ഞ് പിറകെ ഓടുകയാണ്. കുറെ നേരം ബാലചന്ദ്രൻ അങ്ങനെ റോഡിലൂടെ ഓടുന്നുണ്ട്. അവസാനം പക്ഷെ ബാലചന്ദ്രനെ അവരെല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് പിടിച്ച് പൊതിരെ തല്ലുകയാണ്. ഇനി നീ നോക്കുമോടാ, ശാലിനിയിടത്തി നോക്കുമോടാന്നൊക്കെ ദാസനും കമലിനും പറയുന്നുണ്ട്. ഒന്നും ചെയ്യില്ലേ എന്നൊക്കെ ബാലചന്ദ്രൻ ഉറക്കെ നിലവിളിക്കുകയാണ്. പക്ഷെ കുറെ നേരം അവർ അടിക്കുമ്പോൾ അനങ്ങാതെ എങ്ങനെ കിടക്കുകയാണ് ബാലചന്ദ്രൻ. ഇത് കണ്ടിട്ട് അവർ 3 പേരും അങ്ങ് തിരികെ പോവുകയാണ്. പക്ഷെ അവർ പോയതിനു ശേഷം ബാലചന്ദ്രൻ എഴുന്നേൽക്കുന്നുണ്ട്, അവർ പോയോ എന്നും പറഞ്ഞ്.
പക്ഷെ അടികൊണ്ട് അവശനായെങ്കിലും ബാലചന്ദ്രൻ അങ്ങനെ റോഡിലൂടെ കുറച്ചു ദൂരം നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിവാഹവേദിയാണ്. അവിടെ ആൾക്കാരെയൊക്കെ ക്ഷണിച്ചിരുത്തുകയാണ് ഗോപാലകൃഷ്ണൻ. രാജേശ്വരിയും ആൾക്കാരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രീരഞ്ജിനും ശാന്തയും ഒക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. തുടർന്ന് രാജീവും അമ്മയും അമ്മാവനും ഒക്കെ എത്തുന്നുണ്ട്. എല്ലായിടമൊക്കെ നോക്കിയിട്ട് രാജീവിന്റെ അമ്മാവൻ വിജയലക്ഷ്മിയോട് പറയുകയാണ്, അമ്പലമൊക്കെ എനിക്കിഷ്ടപ്പെട്ടു, പക്ഷെ ഒരുക്കങ്ങൾ അത്ര പോരാ. നേരം രാജീവ് പറയുകയാണ്, ഒരു കുഴപ്പവുമില്ല, സാധാരണ ഗുരുവായൂരൊക്കെ ആണെങ്കിലേ ചെറിയ ഒരു മണ്ഡപത്തിൽ മിന്നുകെട്ടി ഒരു ഓഡിറ്റോറിയത്തിൽ സൽക്കാരം നടത്താറാണ് പതിവ്. ഇവിടെ മിനിമം ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് രാജീവ് പറയുമ്പോൾ വിജയലക്ഷ്മിയും പറയുകയാണ്, അതെ അതെ, എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് ഇതൊന്നുമല്ല, മൂത്തവള് നിൽക്കുമ്പോൾ ഇളയവളായ ശാലിനി എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് കല്യാണം കഴിക്കുന്നത്? എന്നാലും ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ, കുറെ കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞങ്ങ് അഭിനയിക്കുകയാണ് വിജയലക്ഷ്മി. അഭിനയ പ്രകടനങ്ങളൊക്കെ കണ്ട് അമ്മാവൻ മനസ്സിൽ കരുതുകയാണ്, ചേടാ ഇവളാള് കൊല്ലാമല്ലോ, നല്ല അഭിനയ പ്രതിഭ തന്നെ. കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുമെന്ന് കേട്ടിട്ടേയുള്ളൂ. ശാലിനി ഇതിലേക്ക് തള്ളിവിട്ടിട്ട് ഇവളൊന്നും അറിയാത്തതുപോലെ നിൽക്കുന്നത് കണ്ടില്ലേ? അന്നേരം രാജീവ് ചോദിക്കുകയാണ്, എന്റെ പൊന്നമ്മ, അമ്മയൊന്നും മിണ്ടാതിരിക്കുമോ? എപ്പോ കല്യാണം കഴിക്കണം കഴിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. എന്തെങ്കിലും മനസ്സിൽ കാണാതെ ശാലിനി ഒന്നും ചെയ്യത്തില്ല. ശാരികയ്ക്ക് മുന്നേ അവള് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകും. നമുക്കത് അറിഞ്ഞുകൂടാത്തതാണ്. അന്നേരം അത് കേട്ട് അമ്മാവൻ വിജയലക്ഷ്മിയെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. അതേസമയം ഗോപാലകൃഷ്ണൻ രാജേശ്വരിയോട് ചോദിക്കുകയാണ്, ശാലിനിയും കൂട്ടരെയും കണ്ടില്ലല്ലോ, ഇനി അവസാന നിമിഷം അവൾ മുങ്ങിക്കളയുമോ? ഏയ്, എങ്ങോട്ട് മുങ്ങാനാണ് ഗോപാലേട്ട, ഞാനുണ്ടാക്കിയ കത്രിക പൂട്ടിലാണ് ഇപ്പോൾ ശാലിനി വീണ് കിടക്കുന്നത്. ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ അവളെ അനങ്ങാൻ വിടില്ല. അവളുടെ ചേച്ചിയുടെ ജീവിതം വെച്ചാണ് ഞാൻ ഈ വിലയൊക്കെ പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിന് വേണ്ടി എന്തും ബലി നൽകാൻ തയ്യാറായിട്ടുള്ള ശാലിനി എന്ന ത്യാഗിക്ക് ഇവിടെ എന്റെ മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങിയേ പറ്റൂ. അത് പറഞ്ഞ് ചിരിക്കുകയാണ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും. അതേസമയം ശാലിനിയും ശാരദാമ്മയും ശ്യാമയും ഒക്കെ അവിടേക്ക് എത്തുകയാണ്. കാറിൽ നിന്നും ഇറങ്ങിയ ശാലിനിയുടെ കൈപിടിച്ച് മുന്നോട്ട് നടക്കുകയാണ് ശാരദാമ്മ. ശാലിനിയും ശാരദാമ്മയും കണ്ട് അതിയാട് സന്തോഷമൊക്കെ വരുത്തി രാജേശ്വരി പറയുകയാണ്, ആഹാ മോളെത്തിയോ, അങ്ങോട്ടിരിക്കാം. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ഒരു മിനിറ്റ്, അവളൊന്ന് തൊഴുതിട്ട് വരട്ടെ, അത് കഴിഞ്ഞു മതി ഇരിക്കലൊക്കെ. ആ മോളെ എന്നും പറഞ്ഞ് ശാലിനിയെ തൊഴിക്കാനായി കൊണ്ടുപോവുകയാണ് ശാരദാമ്മ. ശാരദാമ്മയും കുടുംബവും ശ്രീകോവിലിന് മുൻപിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ശേഷം കാണിക്കുന്നത് നടന്ന് തളർന്നു വരുന്ന ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രന്റെ ഷർട്ടൊക്കെ കീറിയിട്ടുണ്ട്. വേച്ച് നടന്ന ബാലചന്ദ്രൻ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് കയറിയിരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെടുന്ന സത്യഭാമയുടെ വണ്ടിയാണ്. വിഷമിച്ചങ്ങനെ എന്തോ ആലോചിച്ച് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കുകയാണ് വിഷ്ണു. പക്ഷെ സത്യഭാമയും രാഘവൻ നായരും ഒക്കെ വളരെയധികം സന്തോഷത്തിലാണ്. ബാക്കിലത്തെ സീറ്റിൽ പ്രീതി വളരെ വിഷമിച്ചിരിക്കുന്നു. ചുറ്റുമൊക്കെ നോക്കിയിട്ട് രാഘവൻ നായർ പറയുകയാണ്, റോഡിലൊക്കെ നല്ല തിരക്കാണല്ലോ, ഇന്ന് കൂടുതൽ മുഹൂർത്തമുള്ള ദിവസമാണെന്ന് തോന്നുന്നു. കല്യാണം അങ്ങനെ കുറെ കാണുമെന്ന് പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, അത് പറയാൻ മറന്നല്ലോ, ഇന്നാ ശാരദാമ്മയുടെ മകൾ ശാലിനിയുടെ വിവാഹമാണ്. ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത്. സത്യഭാമ പറയുന്നത് സങ്കടത്തോടു കൂടി ശ്രദ്ധിക്കുകയാണ് വിഷ്ണു. ആണോ, എന്നിട്ട് നീ അത് അറിഞ്ഞില്ലേടാന്ന് രാഘവൻ നായർ വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ അറിഞ്ഞു എന്ന് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറയുകയാണ് വിഷ്ണു. അന്നേരം സത്യഭാമ ചോദിക്കുകയാണ്, ഇവനും ആ വിവാഹവുമായിട്ട് എന്താ ബന്ധം? അത് നീ അറിഞ്ഞില്ലേ ഭാമേ? രാജേശ്വരിയുടെ അനിയൻ ബാലചന്ദ്രനുമായി ആ വിവാഹം ഉറപ്പിച്ചെന്നും അത് തടസ്സങ്ങളുമില്ലാതെ നടത്താൻ സഹായം ചോദിച്ചും വേണ്ടി രാജേശ്വരി ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നു. ആ രാഘവേട്ടൻ പറഞ്ഞിരുന്നല്ലോ, അതെനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുകയാണ് സത്യഭാമ. ആ റബ്ബർ എസ്റ്റേറ്റ് മാനേജർ വീണ്ടും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ എന്നായിരുന്നു രാജേശ്വരിയുടെ ഭയം. അവനെ കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ അന്ന് ഞാൻ വിഷ്ണുവിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അതെന്തായെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുകയാണ് രാഘവൻ നായർ. അന്നേരം വിഷ്ണു പറയുകയാണ്, അവനെ കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇനി ഉണ്ടാകില്ലച്ചാ, അവൻ പോയെന്നോ, എങ്ങോട്ടെന്ന് ചോദിക്കുകയാണ് രാഘവൻ നായർ. വിഷ്ണു പറയുകയാണ്, എന്നേക്കുമായിട്ട് പോയതാണ്, ഇനി തിരിച്ചു വരില്ല. വീണ്ടും രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്ന് പറഞ്ഞാൽ മരിച്ചെന്നാണോ? അതെ, മരിച്ചു എന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം സത്യഭാമ പറയുകയാണ്, അത് നന്നായി. ചിലപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയും ചില ഓരോരോ മണ്ടന്മാരുണ്ട്. ചില പെണ്ണുങ്ങളുടെ കൂടെ സങ്കല്പ സാമ്രാജ്യത്തിൽ പ്രേമിച്ചങ്ങനെ അവന്മാർ നടക്കും. എന്നാൽ അവർക്ക് തിരിച്ചിവന്മാരോട് പ്രേമമില്ലാന്ന് തോന്നുമ്പോൾ കേറിയങ്ങ് ചത്തുകളയും. കഷ്ടം എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് സത്യഭാമ. അവൻ ഏതായാലും ആ പെണ്ണിനെ അപകടപ്പെടുത്താനോ മുഖത്ത് ആസിഡ് ഒഴിക്കാനോ ഒന്നും നിന്നില്ലല്ലോ. അത്രയും ഭാഗ്യമെന്ന് കരുതിയാൽ മതി. സത്യഭാമ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും ആ ബാലചന്ദ്രൻ ആളത്ര ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല.
എല്ലാം കണ്ടറിയാന്ന് പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ല രാഘവേട്ടാ. ചില പയ്യന്മാരൊക്കെ കല്യാണം കഴിഞ്ഞാൽ അങ്ങ് നന്നാവുമെന്നേ. അത് പെണ്ണിന്റെ മിടുക്ക് പോലെ ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ട് വിഷ്ണുവിനെ ചൂണ്ടി പറയുകയാണ്, ദേ ഇവന്റെ കാര്യം തന്നെ കണ്ടില്ലേ, കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നവനല്ലേ ഇവൻ. പക്ഷേ കുടുക്കി കളഞ്ഞില്ലേ നമ്മുടെ സുസ്മിത. അതാ പെണ്ണിന്റെ മിടുക്ക്, മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് സത്യഭാമ. പക്ഷെ അന്നേരം വിഷ്ണു ചിന്തിക്കുകയാണ്, ഒരു പക്ഷേ ഇപ്പോൾ ശാലിനിയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകും. വിവാഹം കഴിക്കുന്നത് ബാലചന്ദ്രനായാലും വേറെ ആരായാലും ശാലിനി എന്നും നന്നായിരുന്നാൽ മാത്രം മതി. എല്ലാം വിധി പോലെ നടക്കട്ടെ എന്നും പറഞ്ഞ് സീറ്റിലേക്ക് ചാരിയിരിക്കുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് ശാലിനിയുടെ കല്യാണ വേദിയാണ്. ആളുകളുടെ കൂട്ടത്തിൽ നിന്നും രാജേശ്വരിയെ പിടിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, എവിടെയടി നിന്റെ ബാലചന്ദ്രൻ? അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുകയാണ്, ഇത് കേട്ടാൽ തോന്നും അവൻ എന്റെ മടിക്കുത്തിലാണ് ഇരിക്കുന്നതെന്ന്. അവൻ സമയത്തിന് വന്നോളും, അല്ലാതെ പിന്നെ ഞാനിപ്പോ എന്തു പറയാനാണ്? നിനക്ക് അവനെയും കൂട്ടി ഇങ്ങ് പോന്നാൽ പോരായിരുന്നോ? അവനാണെങ്കിലേ ആള് മഹാപിഴയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ മനുഷ്യനെ മാനം കെടുത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ഗോപാലകൃഷ്ണൻ. മതി മതി, ഇനി നിങ്ങൾ ആളുകളെ ഒന്നും കേൾപ്പിക്കണ്ട, ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ എന്നും പറഞ്ഞ് ബാലചന്ദ്രനെ ഫോൺ ചെയ്യുകയാണ് രാജേശ്വരി. ഫോൺ വിളിച്ച് ബാലചന്ദ്രൻ ഹലോ എന്ന് വയ്ക്കുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് രാജേശ്വരി ചോദിക്കുകയാണ്, ഏത് ബാറിലാടാ റാസ്കൽ നീ ഇപ്പോൾ? ചേച്ചി ഞാനെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ പറയാൻ തുടങ്ങുമ്പോൾ വീണ്ടും രാജേശ്വരി പറയുകയാണ്, ദേ ഞാൻ പറഞ്ഞതാണ്, കൂട്ടുകാരോടുമായി വരാൻ തുടങ്ങിയപ്പോഴേ കുടിച്ച് ലേക്ക് കെട്ട് ഇങ്ങോട്ടൊന്നും വരരുതെന്ന്. മിനിമം താലി കെട്ടുന്നത് വരെയെങ്കിലും കുറച്ച് മാന്യമായിട്ട് നടക്കാൻ പറഞ്ഞാൽ നീ കേക്കില്ല അല്ലേ? ചേച്ചി എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കെന്ന് പറയുമ്പോൾ വീണ്ടും രാജേശ്വരി പറയുകയാണ്, നീ ഒന്നും പറയണ്ട. ഇപ്പോൾ ഈ നിമിഷം നീ ഇവിടെ ഉണ്ടാകണം. മുഹൂർത്തത്തിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അയ്യോ, അതിന് എൻ്റെ കയ്യിൽ വണ്ടിയും വള്ളവും ഒന്നുമില്ല ചേച്ചി എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. നിന്റെ ഏതോ ഒരു ഫ്രണ്ട് വണ്ടിയുമായിട്ടൊക്കെ വരുമെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇപ്പോൾ നീ എന്തൊക്കെയായി പറയുന്നത്? അവരൊക്കെ വന്ന വഴിക്ക് ഓടിപ്പോയി ചേച്ചി. ഓടിപ്പോയോ? അതെന്താന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. രാജേശ്വരി, എൻ്റെ ഫ്രണ്ട്സ് വണ്ടിയുമായിട്ട് വന്നു. അന്നേരം നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടതുമാണ്. പക്ഷെ അതിനിടയിൽ 2-3 പേര് വന്ന് എന്നെ ഇടിച്ചും അടിച്ചും റൊട്ടിയാക്കി. ഇതൊക്കെ കണ്ട് പേടിച്ച് എൻ്റെ കൂട്ടുകാരന്മാരെ അപ്പോഴേ വണ്ടിയുമായിട്ട് അങ്ങ് സ്ഥലം വിട്ടു. രാജേശ്വരി ചോദിക്കുകയാണ്, എൻ്റെ ദൈവമേ, അടിച്ചെന്നോ? ആര്? ആ വിഷ്ണുവിൻ്റെ കൂട്ടുകാർ തന്നെയാണ്. ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് എനിക്ക് നല്ല പ്രൊട്ടക്ഷൻ വേണമെന്ന് ഞാൻ അന്നേരമേ അളിയനോട് പറഞ്ഞതാണ്. ഗോപാലകൃഷ്ണനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും രാജേശ്വരി ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, വിഷ്ണുവിൻ്റെ കൂട്ടുകാരാണെന്ന് നിനക്ക് ഉറപ്പാണോ? അതെ, ശരിക്കും ഗുണ്ടകളാണ് ചേച്ചി അവന്മാര്. ഒരുത്തന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയപ്പോഴേ എൻ്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു. ശാലിനിയെ കെട്ടിയാൽ തട്ടിക്കളയുമെന്നാണ് ഇപ്പോൾ അവന്മാരുടെ ഭീഷണി. രാജേശ്വരി പറയുകയാണ്, ശരി ശരി, നീ ഇപ്പോൾ എവിടെയാ ഉള്ളത്? അത് ആദ്യം പറയേ. അന്നേരം പരിസരം ശ്രദ്ധിക്കുകയാണ് ബാലചന്ദ്രൻ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.